ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ നിയമം ആകർഷണ നിയമമാണെന്ന്. വില്യം ഷേക്സ്പിയർ, റോബർട്ട് ബ്രൗണിങ്, വില്യം ബ്ലാക്ക് തുടങ്ങിയ കവികൾ അവരുടെ കാവ്യസൃഷ്ടികളിലൂടെ ഇത് പറഞ്ഞു. ലുഡ്വിഗ് വാൻ ബീത്തോവനെ പോലുള്ള മഹാസംഗീതജ്ഞർ അവരുടെ സംഗീതത്തിലൂടെ ഇത് പ്രകടിപ്പിച്ചു. ലിയോനാർഡോ ഡാവിഞ്ചിയെ പോലുള്ള ചിത്രകാരന്മാർ അവരുടെ ചിത്രങ്ങളിൽ ഇത് ആവിഷ്കരിച്ചു. സോക്രട്ടീസ്, പ്ലാറ്റോ, റാൽഫ് വാൻഡോ, എമേഴ്സൺ, പൈതഗോറസ്, സർ ഫ്രാൻസിസ് ബേക്കൺ, സർ ഐസക് ന്യൂട്ടൺ, ജോഹാൻ റൂഫ്, വിക്ടർ ഹ്യൂഗോ തുടങ്ങിയ തത്വചിന്തകന്മാർ അവരുടെ രചനകളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും ഈ അറിവ് പങ്കുവച്ചു. അവരുടെ പേരുകൾ അനശ്വരമായി. അവരുടെ ഇതിഹാസതുല്യമായ ചരിത്രം നൂറ്റാണ്ടുകളെ അതിജീവിച്ച് നിലനിൽക്കുന്നു. ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധ, യഹൂദ, ഹെർമറ്റിക്, ഇസ്ലാം മതങ്ങളും പുരാതന ബാബിലോണിയൻ, ഈജിപ്ഷ്യൻ തുടങ്ങിയ സംസ്കാരങ്ങളും അവരുടെ സാഹിത്യത്തിലൂടെയും പ്രബോധന കഥകളിലൂടെയും ഇത് പകർന്നു നൽകി. യുഗാന്തരങ്ങളിലൂടെ വിവിധ രൂപങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട ഇത് കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ പൗരാണിക രേഖകളിൽ നമുക്ക് കാണാം. ക്രിസ്തുവിന് 3000 വർഷം മുൻപ് ശിലാലിഖിതങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിരുന്നു. ചിലരൊക്കെ ഇത് സ്വന്തമാക്കി കൈയടക്കി വച്ചിരുന്നു എന്നത് ശരിയാണ്. എങ്കിലും ആർക്കും കണ്ടെത്താൻ കഴിയുന്ന വിധത്തിൽ ഇത് ഇവിടെയുണ്ടായിരുന്നു. സമയത്തിൻ്റെ ആരംഭം മുതൽ ഈ നിയമം ആരംഭിച്ചു. അതെപ്പോഴും ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും.